ഗുഡ് ഈവനിങ് സർ. പറയൂ. തലയിടിച്ച് താഴെ വീണു. 4 പേരോ? അല്ല, ഇവൻ മാത്രം. ഇരിക്കൂ. ഇരിക്കൂ. തലയില് മുറിവൊന്നുമില്ല. എന്താ പേര്? ചന്ദ്രു. എങ്ങനെയാ വീണത്? ചോദിച്ചത് കേട്ടില്ലേ? ഇയാൾ എങ്ങനെയാ വീണെന്ന്? സാർ, ആക്ച്വലി ഞങ്ങളെ ഈ ഡിഗ്രിയൊക്കെ പാസ്സായിട്ട് നല്ലൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഉദ്യോഗസ്ഥരാണ്. ഞങ്ങൾ ഭയങ്കര ബിസിയായ കാരണം അങ്ങനെ കളിക്കാനൊന്നും സമയം കിട്ടാറില്ലേ. അപ്പോൾ ഇന്ന് രാവിലെ കുറച്ച് ഫ്രീ ടൈം കിട്ടി. അപ്പോൾ ഒരു എക്സസൈസിന് വേണ്ടിയിട്ട് ക്രിക്കറ്റ് കളിക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഗ്രൗണ്ടില്ലേ. പിന്നെ എന്തു പറ്റിയെന്ന് വെച്ചാൽ മാച്ച് അങ്ങ് സീരിയസ് ആയി. ഒരു ക്രൂഷ്യൽ സ്റ്റേജിൽ എൻ്റെ ബോള് ദൈവൻ ആവശ്യമില്ലാണ്ട് മേളിലേക്ക് അടിച്ചു നോക്കി. ആ പന്ത് പിടിക്കാൻ പോയപ്പോഴാ ദൈവൻ താഴെ വീണ് തലയിടിച്ചത്. ക്രിക്കറ്റ് കളിച്ച് താഴെ വീണു, അത്രയല്ലേ ഉള്ളൂ. അതിനാണ് സാർ. അതിനുശേഷം ഇവനൊന്നും ഓർമ്മയില്ല. പറഞ്ഞത് തന്നെ പിന്നെയും പിന്നെയും പറഞ്ഞോണ്ടിരിക്കുക. ചെവിന്ന് രക്തമല്ല വന്നോ? ഇല്ല ഡോക്ടർ. ഛർദിച്ചോ? ഇല്ല. തലകറക്കമുണ്ടോ? ഇല്ല. ക്രിക്കറ്റ് കളിക്കാൻ പോയി, ഇയാൾ അടിച്ചു, ബോള് മേളിലേക്ക് പോയി. എന്നിട്ട് ക്യാച്ച് എടുക്കാൻ പിന്നിലേക്ക് പോയപ്പോ ഇയാള് കാല് സ്ലിപ്പായി താഴെ വീണു. തലയുടെ ഇവിടെ അടിച്ചു. ഇവിടെയാണ് മെഡുല ഒബ്ലോങ്കാറ്റ. ഇവിടെ അടി കൊണ്ടാൽ ആ ഷോക്കിൽ ടെമ്പററി മെമ്മറി ലോസ് ഉണ്ടാകും. മനസ്സിലായോ? ഇതൊരു പ്രശ്നമല്ല, കുറച്ച് കഴിയുമ്പോ താനേ ശരിയായിക്കൊള്ളും. സാർ, ഇത് തന്നെ ഇവനും പറയണേ. ഇയാളത് പറയുന്നുണ്ടോ? വെരി ഗുഡ്, വെരി ഗുഡ്, ബ്രില്യന്റ്, സ്മാർട്ട് ബോയ്. പ്രശ്നമേ അത് തന്നെയാ ഡോക്ടർ. ഇവ ഇത് തന്നെയാ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യെസ്, ദിസ് ഇസ് നോർമൽ. അയാൾ എന്തെങ്കിലും പറയും, പിന്നെ അത് മറന്നുപോകും, പിന്നെ വീണ്ടും പറയും, പിന്നെ വീണ്ടും മറന്നുപോകും, പിന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കും. നത്തിങ് ടു വറി. ദിസ് ഇസ് എ കേസ് ഓഫ് ടെമ്പററി മെമ്മറി ലോസ്. ഡോക്ടർ, ഇതെപ്പോ ശരിയാവും? സീരിയസ് ആയിട്ടുള്ള സിംറ്റംസ് ഒന്നുമില്ല. എനിവേ, നിങ്ങൾ പോയിട്ട് ഒരു CT സ്കാൻ എടുക്കുക. അത് കണ്ടിട്ട് എനിക്ക് എന്തെങ്കിലും പറയാൻ പറ്റൂ. ചന്ദ്രു എവിടെടാ? സ്കാനിങ്ങിന് വേണ്ടി ഡ്രസ് ചേഞ്ച് ചെയ്തോണ്ടിരിക്കുക. ഓ, നിങ്ങൾ ഇവിടെ നിൽക്കുക, ഞാനൊന്ന് ATM വരെ പോയിട്ട് വരാം. ഇത് ചന്ദ്രന്റെ ഫോണിൽ നിധി വിളിക്കുന്നു. വേണ്ടോടാ, ഇപ്പൊ അറ്റൻഡ് ചെയ്യണ്ട. സ്കാൻ റിപ്പോർട്ട് വരട്ടെ. അപ്പച്ചാ, ആശുപത്രി ഫ്രണ്ടിൽ ഇരുന്നാണോ സിഗരറ്റ് വലിക്കുന്നത്? ഇയാൾക്ക് ഇത്രയ്ക്ക് വിവരമില്ലേ? എന്താ അപ്പച്ച ഇവിടെ വന്ന് നിൽക്കുന്നേ? അപ്പച്ച, ഈ തല സ്കാൻ ചെയ്താൽ എക്സാക്ട്ലി എന്തൊക്കെ മനസ്സിലാവും? അതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അതെന്താ പറയാ അപ്പച്ച? ശരി, പറയാം. മനുഷ്യ ശരീരത്തിൽ എവിടെ സ്കാൻ ചെയ്താലും എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റും. ചന്ദ്രന്റെ തലയിൽ എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. സ്കാനിങ്ങിൽ കുറച്ച് മെഡിക്കൽ വിഷയങ്ങളുണ്ട്, അത് ഡോക്ടേഴ്സിന് മാത്രമേ പറയാൻ കഴിയൂ. ബട്ട് അവർക്കൊന്നും മനസ്സിലാവാത്തൊരു കാര്യമുണ്ട്, പേഷ്യന്റ് ഹിസ്റ്ററി. നമ്മുടെ ചന്ദ്രു, അവനെ പറ്റി നമുക്ക് നന്നായിട്ട് അറിയാം. ചന്ദ്രു കുറച്ചു കാലമായിട്ട് മൈൽഡ് ഡിപ്രഷനിലാണ്. അത് കുറെ നാളായി കൂടുതൽ വഷളായി. അതിന്റെ കൂടെ മനശല്യം, മനോവിഷമം, മനപ്രയാസം, ഇതെല്ലാം കൂടി അവന്റെ മനസ്സിലിരുന്ന് ഞെരുങ്ങി 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 പൊട്ടിത്തെറിച്ച് പുറത്തിറങ്ങാൻ കാത്തിരിക്കുമായിരുന്നു. ഇറ്റ് വാസ് വെയിറ്റിംഗ് ഫോർ എ ബ്രേക്കിംഗ് പോയിന്റ്. ആ ബ്രേക്കിംഗ് പോയിന്റിലാണ് നീ അടിച്ച ഷോട്ട്. അതവനൊരു ഷോക്കായിട്ട് അവന്റെ ഉള്ളിലുള്ള അപ്രഷൻ, ഡിപ്രഷൻ, സപ്രഷൻ, ആങ്സൈറ്റി, ഫോബിയ, ഡിസോർഡർ, കഷ്ടം, നഷ്ടം, മോക്ഷം എല്ലാം പൊട്ടിത്തെറിച്ചു. എങ്ങോട്ടാ? പോകാറായിട്ടില്ല.
ഇനിയുണ്ട്. വാ. ഇതവന്റെ ചരിത്രം മാത്രം. ഇനിയുണ്ട് വേറെ പ്രശ്നങ്ങൾ. ചന്ദ്രു പറയുന്ന പോലെ മിഡിൽ ഓബ്ലോങ്ങേറ്റിൽ അടികൊണ്ടത് മാത്രം കാരണമാവണമെന്നില്ല. അതായത് നമ്മുടെ ബ്രെയിനിൽ സെറിബ്രം, സെറിബലം, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, കോർപ്പസ് കൊലോസം, ഗ്രേ മാറ്റർ, വൈറ്റ് മാറ്റർ, പിന്നെ അതിന് ചുറ്റുള്ള വേറെ ചില മാറ്റർ, ഇതിൽ ഏതിൽ അടി കിട്ടിയാലും മതി. എന്ത്? അല്ല, സീത വരുന്നുണ്ടാവും. വരണമല്ലോ. പിന്നെ നമ്മളെ തലച്ചോറിനെ നെർവ്സും കെമിക്കൽസും ആണ് കൺട്രോൾ ചെയ്യുന്നത്. അടി കൊണ്ടതുകൊണ്ട് ഈ കെമിക്കൽസ് ചെറുതായിട്ടൊന്ന് കുഴഞ്ഞു പോയാലും ആ കുഴഞ്ഞ കെമിക്കൽസ് റീസെറ്റായി ക്ലിയർ ആവാൻ കുറച്ച് സമയമെടുക്കും. നിനക്ക് ഞാൻ പറയുന്നൊന്നും മനസ്സിലാവുന്നില്ലല്ലേ? നിനക്ക് മനസ്സിലാവുന്ന പോലെ പറയുവാണെങ്കിൽ തമിഴിലൊരു പടം ഉണ്ടല്ലോ, സേതു. അതിലെ ഹീറോ വിക്രമിന്റെ തല ക്ലൈമാക്സ് സീനിൽ ഒരു വലിയ പാറയിലിടിക്കുന്ന രംഗം. അതിനുവേണ്ടി ചില ഗ്രാഫിക് വർക്കൊക്കെ അവർ യൂസ് ചെയ്തിട്ടുണ്ട്. തലമണ്ട പൊട്ടി തലച്ചോറൊക്കെ വെളിച്ചാടി രക്തം കട്ട പിടിച്ച് മൂക്കിന്ന് വായിന്നൊക്കെ ബ്ലീഡ് ചെയ്തു. എനിക്കെന്തോ ഡോക്ടർ പറഞ്ഞ ഭേദം തോന്നുന്നു. ഇതല്ലടാ പോത്തെ. പച്ച മലയാളത്തിൽ ഞാൻ ആദ്യം പറഞ്ഞത് നിനക്കൊന്നും മനസ്സിലാവില്ലെന്ന്. എന്നാലും മിണ്ടാണ്ടിരിക്കല്ലേ. ഓരോന്നും ചോദിച്ചുകൊണ്ട് വന്നോളൂ. ശാപം. എടാ, നീ എവിടെ പോയാലും എന്നെ കൂടെ കൊണ്ടുപോകണം. ഇയാളുടെ കൂടെ വിട്ടിട്ട് പോലെ. ഇതിലേതാ മിഡിലോ ഓപ്പള? ഇതാണ് മിഡിൽ ഓബ്ലാങ്ക്. ഇതാരുടെ സ്കാനർ? എവറിത്തിങ് ഇസ് നോർമൽ. ഇന്നൊരു ദിവസം അയാള് ഇവിടെ കിടക്കട്ടെ. ആരെങ്കിലും ഒരാൾ കൂടെ ഇരുന്നാ മതി. പേടിക്കാനൊന്നുമില്ല. എപ്പോ വേണമെങ്കിലും ശരിയാകും. അപ്പൊ ഇന്ന് തന്നെ പോകാൻ പറ്റില്ലേ? ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? ഒരു ഹെഡ് ഇഞ്ചുറി കേസ് രജിസ്റ്റർ ചെയ്താൽ മിനിമം 24 hours ഒബ്സർവേഷനിൽ ഇരിക്കണം. നാളെ എന്തെങ്കിലും ഇയാൾക്ക് സംഭവിച്ചാൽ നിങ്ങൾ എന്നെ പറയൂലേ? ദാ കണ്ടോ. അതുകൊണ്ട് ഇന്ന് ഇയാൾ ഇവിടെ അഡ്മിറ്റ് ആവട്ടെ. അയ്യോ, നാളെ അവന്റെ ഒന്നുമില്ല സാർ. ഇയാളുടെ വീട്ടിലറിയിച്ചു കാണുമല്ലോ അല്ലേ? ഇല്ലേ സാർ പറഞ്ഞാൽ അവര് പേടിക്കില്ലേ? അതുകൊണ്ട് വീട്ടിലറിയിക്കേണ്ടെന്നാണോ? ഇൻ കേസ് നാളെ അയാൾ നോർമൽ ആയില്ലെങ്കിൽ നഴ്സ് നിങ്ങള് നേരെ പോയിട്ട് അയാളുടെ വീട്ടിൽ ഇൻഫോം ചെയ്യുക. ആ പേഷ്യന്റിന് 7ാം നമ്പർ വാർഡിൽ അഡ്മിറ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞിട്ട് ഡിസ്ചാർജ് ചെയ്താൽ മതി. നിങ്ങൾക്ക് പോകാം.